ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കുറച്ചേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തേക്കുന്നത്. ബാക്കി ഫുള്ള് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. അച്ചുവൊക്കെ ഇവിടെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. രാധയും കൃഷ്ണനായിട്ടൊന്നുമല്ല, ചുമ്മാ അതിൻ്റെ കൂടെ പോകാൻ വേണ്ടിയാണ്. അച്ചു കണ്ണം കുറേ കൂടെ കഴിവേ പോതുള്ളൂ. ഞാനിപ്പോൾ പോവാണ്. അപ്പോൾ ദിയാമോളെയും ഉണ്ണിയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ കുറച്ച് പാചകം കാണിച്ചേച്ച് ബാക്കി നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. അപ്പം മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ കേട്ടോ. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണെല്ലാം റെഡി ആയി കേട്ടോ. ഇന്നത്തെ ഊണിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും എടുക്കാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല തിരക്കാണ്. ഉച്ച കഴിഞ്ഞ് ഇനി അമ്പലത്തിലൊക്കെ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡെല്ലാം റെഡി ആക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വലിയ സദ്യയൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞിക്ക സദ്യ പോലെ ഇന്ന് വെച്ചേ. ഇന്ന് മീനും ഇറച്ചിയൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഫുൾ വെജിറ്റേറിയനാണ്. അപ്പം ബീൻസ് തോരൻ വെച്ചു, ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി, പിന്നെ പരിപ്പ് കറി, ചെറുപയർ പരിപ്പാണേ. ഇവിടെ പരിപ്പ് കറി അവർക്കെല്ലാം ചെറുപയറിട്ട് പരിപ്പ് കറി വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അവിയൽ, പിന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച ശാല ഇഞ്ചിക്കറി, പപ്പടം, പിന്നെ ഒരു ശകലം പായസം എന്ന് പറഞ്ഞാൽ ചെറുപയർ പായസമാണ് വെച്ചേക്കുന്നത്. ഇത്രയുമാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിനി ഉണ്ടേച്ച് ഇനി എല്ലാവരും പോകാനൊക്കെ റെഡി ആകാനായിട്ടൊക്കെ തുടങ്ങുവാണ്. അപ്പം ഞങ്ങൾ ഉണ്ണട്ടെ. അച്ചു അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നു. തിരിഞ്ഞതേ കൊള്ളാം കേട്ടോ, അടിപൊളി ചേരുന്നുണ്ട് കളറ്. ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നു ശരിക്കും കണ്ട നല്ലിട്ടുണ്ട്. ഞാൻ ഇന്ന് അമലയുടെ കൂടെ പോവാണേ. നീ കൂട്ടുകാരുടെ കൂടെ അല്ലേ വരുന്നുള്ളൂ. പച്ചക്കമ്മല്, പച്ചവള, പച്ചപ്പൊട്ടൊന്നുമില്ലേ? മാല ഉണ്ടായിരുന്നല്ലോ കയ്യില്. ഇനി അത് കിട്ടാൽ മതി. എന്നാൽ ശരിയേ, ഞാൻ പോവാണേ. ഞാൻ ചെന്ന് കുറേ കഴിഞ്ഞാട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. എന്നാന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെയുള്ളായിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചേച്ച് പിള്ളേരെ ഒരുക്കുന്നതിന് തിരക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പിള്ളേരെ ഇങ്ങനെ ഒരുക്കുന്നത്. ശ്രീകൃഷ്ണജയന്തിക്ക് ഞാൻ എല്ലാ പ്രാവശ്യം അച്ഛനെയൊക്കെ കുഞ്ഞായിരിക്കും തൊട്ട് എന്നെ കൊണ്ടൊന്ന് ഒരുക്കുമ്പോൾ മുതൽ അച്ഛനെയൊക്കെ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്നേച്ച് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഒരുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുക്കാനായിട്ട് എനിക്ക് ഉണ്ണിക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഒരുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഞാനിങ്ങനെ പോകുന്നായിരുന്നു. അമല അന്നേരം ദിയാമക്ക് വളയോ എന്നതൊക്കെ മേടിക്കണം. നമ്മുടെ ദീപും അമലയും കൂടെ കടയിലൊക്കെ പോയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നന്ദൻ വന്നു. നന്ദനെ പിരിയൊക്കെ എനിക്കൊന്ന് എഴുതി കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു ഒത്തിരി അങ്ങ് വരച്ചത് മുഖം മൊത്തം ആക്കുമെന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് തൂത്ത് കരി മൊത്തം ആകുമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ തൂത്ത് കളഞ്ഞ് പിന്നെ പൗഡറൊക്കെ ഇട്ട് അവനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നന്ദനെ ഒരുക്കാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ മാറി 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 നന്ദനെ അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമല വളയൊക്കെ മേടിച്ച് എല്ലാം സെറ്റായിക്കൊണ്ട് അമലയും വന്നു. പിന്നെ ദിയാമോളെ ഒരുക്കലായിരുന്നു. ദിയാമോളെ ഒരുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ചക്കിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചക്കിയും പിന്നെ പെട്ടെന്ന് പോകാൻ തയ്യാറായിട്ടൊന്നുമല്ല ചക്കി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ചക്കി ഒരുങ്ങി അവരുടെ കൂടെ പോയിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഒരുക്കി എല്ലാം കഴിഞ്ഞു. അവിടെ എല്ലാവരുടെയും മക്കളെയും പിന്നെ മറ്റു കുഞ്ഞുങ്ങളെയും എല്ലാവരും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദനെ ഒരുക്കുകയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ആളാണ് ഈ കൃഷ്ണൻ. അപ്പം നന്ദൻ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് നന്ദനെ ഇങ്ങനെ ഇറക്കി ഞങ്ങൾ ഒരുപാടിട്ട് ഓടിക്കുന്നില്ല. ഇത് പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞാണ്. അതിനെ എല്ലാവരും അതൊക്കെ ഓരോ സെഷനായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അവരുടെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഓടി നടന്നു. അപ്പോൾ അച്ചു ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അച്ചു വരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും വന്നിട്ട് അവളുണ്ട്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരു കൂട്ടാവുമല്ലോ. അവളെ വീഡിയോ എടുക്കാണ്ട് ഏൽപ്പിച്ച് എനിക്ക് ഇവരെ ഒരുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് നേരം എടുക്കും. ഒരു കുഞ്ഞി കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ശരിക്കും നടക്കാറ് പോലും ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവരൊക്കെ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക്. അപ്പം പിടിച്ച് നിൽക്കാറായതേ ഉള്ളൂ. ശരിക്കും നടക്കാറ് പോലും ആയിട്ടില്ല. അപ്പോൾ അതോടെ ഇങ്ങനെ ഓടി നടക്കുന്നതെല്ലാം ആയിട്ട്. അപ്പം നന്ദൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചോദിക്കുന്നുണ്ട് അച്ചേച്ചി എന്തിയെന്ന്. അപ്പോൾ അച്ചേച്ചി കൂട്ടുകാരുടെ കൂടെ ഒന്നിച്ച് വരുവാന്നും പറഞ്ഞിട്ട് പതിയെ നിന്ന് അതാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ചു ഇവിടെ വന്നേച്ച് വീട്ടിൽ വന്ന് അവർ കൂട്ടുകാർ കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വരുള്ളൂ എന്നുള്ളത്. അതാണ് ഒത്തിരി താമസിക്കുന്നത്. അപ്പം ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം ഓരോ സൈഡിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം നന്ദൻ്റെ ഒരുക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ പിടിച്ച് നിർത്തിയേക്കുക. അവിടെ അടങ്ങി നിൽക്കിയല്ലോ, ഓട്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു വന്നപ്പോഴത്തേക്ക് അച്ചുവിന് ദൂരെ നിന്ന് കാണുമ്പോഴേ നന്ദൻ പറയുന്നുണ്ട് ഞാൻ കിഷണനായി എന്നുണ്ട്. അവൾ കേൾക്കുന്നില്ല, അവൾ അങ്ങ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ചു അടുത്തേക്ക് ഓടി നിന്നപ്പോൾ പിന്നെ അവിടെ കയ്യിലോട്ട് പോയി. പിന്നെ അച്ചു നന്ദനെ എടുത്തുകൊണ്ട് അച്ചുവും നന്ദനും കൂടെ പിന്നെ കൂട്ടായി അങ്ങ് നടന്ന്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ മാത്രമല്ല കേട്ടോ, വേറെ അമ്പലത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് എല്ലാവരും അവരവരുടെ ടീമായിട്ടൊന്ന് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു.
അപ്പം അച്ചുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു രാധയാകാനായിട്ട്. പക്ഷേ അവൾക്ക് ഭയങ്കര മടി. എൻ്റെ കൂട്ടുകാരാരും ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഇതിന് മുമ്പ് എല്ലാ വർഷവും ഞാൻ ഇവരെ ആക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിള്ളേരെ ഞാൻ കൃഷ്ണൻ രാധയായിട്ട് ഇറക്കാതിരുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യവും ഞാൻ ഇവരെ ഇറക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പിള്ളേരെ ഒരുക്കി ഇറക്കുന്നത് കാണാനായിട്ട്. അപ്പം ഇപ്രാവശ്യം അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഒരുങ്ങി അവരെല്ലാം നിർത്തുകയും വീഡിയോസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടനും ചക്കിയും ദിയാമളും നന്ദനും ഒക്കെ നിന്നുള്ള ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ട് അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഭാരതാംബയും പിന്നെ ശിവനും ഹനുമാനും അങ്ങനെ എല്ലാം ഓരോ അമ്പലത്തിലെ ആൾക്കാർക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുക്കം എല്ലാം കഴിഞ്ഞേച്ച് ഇനി ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനുള്ള ഇരിപ്പാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഗരുഡനാണത്. അപ്പം അങ്ങനെ പിള്ളേരുടെയൊക്കെ വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഘോഷയാത്രയൊക്കെ തുടങ്ങാനായിട്ട് എല്ലാവരും അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് അവിടുന്ന് ഓരോ അമ്പലത്തിലായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഒന്നിച്ച് ഇവിടുന്ന് എനിക്കിന്ന് ഇവിടുന്ന് 3 അമ്പലത്തിലെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. 3 4 അമ്പലത്തിലെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഒരുങ്ങി റെഡിയായി. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകത കേട്ടോ കാണാനായിട്ട്. പിള്ളേർ എല്ലാം ദാവണി ഉടുക്കുന്ന പിള്ളേരെല്ലാം ദാവണി ഉടുത്ത് സെറ്റും മുണ്ടും ഉടുത്ത് ഒരു പ്രത്യേകതയാണ്. ആണുങ്ങളാണെങ്കിലും വെള്ള ഷർട്ടും കാവി മുണ്ടും അതൊക്കെ ഒരു കാണാനൊരു പ്രത്യേക ഒരു അഴകെന്നൊക്കെ പറയത്തില്ല, അങ്ങനെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാനും എല്ലാം. അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് ഇവിടുന്ന് ഘോഷയാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ പറയായിരുന്നു തന്നെ കുടിച്ച് തീർക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് തിരിച്ചു വരുമെന്നൊക്കെ പറയാം. എന്നിട്ട് ലാസ്റ്റ് എന്നോട് ചോദിച്ചു ഇതൊന്നും വീഡിയോ വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ഘോഷയാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ കഷ്ടം തോന്നും കേട്ടോ. കാര്യം അതുങ്ങൾ ഇച്ചിരി നടന്നു കഴിയുമ്പോൾ പിന്നെ അതുങ്ങളെ എടുത്തുകൊണ്ട് വേണം ഒത്തിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. അത്രയും ദൂരം നടക്കാനായിട്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു കൊച്ചു വണ്ടി സെറ്റാക്കി വെച്ച് പിള്ളേരെ സെറ്റിനെയൊക്കെ അതിനകത്തോട്ടങ്ങ് ആക്കണം. എന്നിട്ട് അവരുടെ അമ്മമാരെ കൂടെ നടന്നോട്ടെ. അപ്പോൾ അതുങ്ങൾ എല്ലാം കൂടെ സെറ്റായിട്ട് ഈ കുഞ്ഞു കൃഷ്ണന്മാരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയില്ല. ചില അമ്പലത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലരങ്ങനെ അമ്പലത്തിൽ കുഞ്ഞു പിള്ളേരെല്ലാം ഇരുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതുങ്ങൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങും കൂടെ ചെയ്യും. അപ്പോൾ ഇതുങ്ങളെ എടുത്തുകൊണ്ടുള്ള നടപ്പ് ഭയങ്കര പാടാണ്. നമ്മൾ ഈ നടക്കുന്നവരും ഒത്തിരി ക്ഷീണിക്കുമല്ലോ അങ്ങ് കുറേ നടന്ന് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിലാണ് പോകുന്നത്. അപ്പം അതാണ് ലാസ്റ്റ് ഘോഷയാത്രയുടെ കൂടെ ഇതായിട്ട് പോകുന്നത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ. അപ്പോൾ അത് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനി ഇവിടുന്ന് ടൗണിലോട്ട് പോയി നിന്നാൽ നമുക്ക് അവിടെ വേറെ അമ്പലത്തിൽ നിന്ന് വരുന്നതും കൂടെ ഒക്കെ കാണാൻ പറ്റുമേ. അങ്ങനെ ഇതെല്ലാം ഒന്നിച്ച് പോയിച്ച് തിരിച്ച് ഇതുപോലെ തന്നെ ഇതെല്ലാം തിരിച്ചും വരുന്നുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക്. അത് കാണാനാണ് കേട്ടോ ഒന്നും കൂടെ ഭംഗി. അപ്പം ഇവരെ എല്ലാം യാത്രയാക്കി വെച്ച് മണിയമ്മ ഉണ്ട് പറഞ്ഞ് നമുക്കങ്ങ് പോകാം, അവിടെ പോയി നിന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും മണിയമ്മയും കൂടെ ഇപ്പുറത്തുള്ള സ്കൂട്ടറിൽ കൂടെ ഞങ്ങൾ ടൗണിലോട്ട് പോയി. ഇതുവഴി ഇനി പോക്ക് നടക്കത്തില്ല, ഭയങ്കര തിരക്കാണ്, വണ്ടിയുടെ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പോക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി എല്ലാം അവിടെ പോയി നിന്ന് സെറ്റായി. ഇവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ റോഡിലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാക്കി വെച്ച ചെടിയാണെങ്കിലും പിന്നെ ഇവിടെ കൊച്ചു മംഗലമൊക്കെ ഇല്ലേ അതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് അതൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ്. പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാ വർഷവും ഇതിങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ എല്ലാം കൊടിയൊക്കെ വെച്ച് എല്ലാം ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലാണ് ആദ്യം ഇറങ്ങിയത്. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടുത്തെ അമ്പലത്തിൽ നിന്നാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് ഉള്ളത് കണ്ടേച്ച് ബാക്കി വരുന്നതും കൂടെ കണ്ടേച്ച് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലെ എല്ലാം ഇതുണ്ട്, ഓരോരോ വേഷങ്ങളാണ്. കൃഷ്ണനും ഹനുമാനും പിന്നെ ശിവനും എല്ലാം ഉണ്ട്. ഒത്തിരി ഇതുണ്ട് ഇതിനകത്ത്. എല്ലാം ഇതാക്കി ഇത് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു നല്ല സുന്ദരി ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. അതിൻ്റെ ചിരി നിപ്പും എല്ലാം കാണാൻ നല്ല ടാറ്റ കൊടുത്തൊക്കെ പോകുന്നു. നല്ല സന്തോഷമായിട്ട് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ഒരുങ്ങി കഴിയുമ്പോഴല്ലോ നമ്മുടെ മുഖത്ത് നല്ല തെളിച്ചത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഇഷ്ടം. അതെല്ലാവരും ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ടാറ്റയൊക്കെ കൊടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഇതിനി അടുത്ത അമ്പലത്തിലേയും കൂടെ വന്ന് അതും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞേച്ച് ഞങ്ങൾ പിന്നെ ഇനി പോരാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്പലത്തിലെയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം അങ്ങ് പോവുകയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കാലം ഏതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മുടെ നന്ദൻ നടന്നു വരുന്നുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും കയ്യിലൊക്കെ പിടിച്ച് രണ്ടും കൂടെ അവർ രണ്ടുപേരും കൂടെ കൊണ്ടുണ്ട്. അപ്പോൾ അച്ചുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പം നന്ദൻ നടന്നു കേട്ടോ, കുറേ നടന്നു കേട്ടോ. അവന് നടക്കാൻ അത്രയും അവൻ നടന്നു. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ അമ്പലത്തിൽ വന്ന് ഒന്നും കൂടെ തൊഴണമായിരുന്നു. അമ്പലത്തിൽ വന്ന് തൊഴുകയൊക്കെ കഴിഞ്ഞേച്ചാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ രാവിലെ വരാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ഒന്ന് തൊഴുതേച്ചും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ ഒന്ന് തൊഴുതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഈ വീട്ടിലോട്ട് പോകുന്നത് എന്നാന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒത്തിരി നേരം നിൽക്കേണ്ടി വരുവേ. അതെല്ലാം ഇനി പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇരുട്ടുമ്പോഴത്തേക്ക് അത്രയും നേരം അവിടെ നിൽക്കേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് എനിക്ക് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഞാനും ചേട്ടനും കൂടെ പിന്നെ സ്കൂട്ടറും കൊണ്ടൊക്കെയാണ് ഇറങ്ങിയത്. കാറും കൂടെ ഒക്കെ വന്ന് ഇവിടെ ഇടാനുള്ള സ്ഥലം പോലും കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെ തിരിച്ച് നമുക്ക് വീട്ടിൽ വരാമല്ലോ എന്നുള്ളതിലാണ് സ്കൂട്ടറും കൊണ്ട് പോയത്. അപ്പോൾ തിരിച്ചുള്ള ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാത്രി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
പെൺപിള്ളേരൊക്കെ അടിച്ച് പൊളിച്ചാണ് നടക്കുന്നതേ. നമ്മളിതൊക്കെ കാണുമ്പോൾ കൊതിയാകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർക്കൊക്കെ ഇറങ്ങി എന്നേലൊക്കെ ഒന്ന് മിണ്ടാൻ തന്നെ മനുഷ്യർക്കൊക്കെ ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല. ഇപ്പം കുഞ്ഞു തൊട്ട് വലുത് വരെ ഉണ്ടല്ലോ കിടന്ന് ഡാൻസ് കളിച്ച് തകർത്താണ് വരുന്നത്. എന്നാ ഡാൻസും ബഹളമൊക്കെയാണെന്നറിയോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിള്ളേരൊക്കെ അവരവരുടെ സന്തോഷങ്ങൾ മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ളവരെ അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതുപോലെയാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി സ്പീഡിലങ്ങ് ഓടിച്ചുവിട്ടാന്ന് വെച്ചാൽ ഒത്തിരിയുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞ് തന്നെ ഞാൻ മടുത്തു. എന്നതൊക്കെ ഇനി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ ഇതിനകത്ത് വിവരിച്ചൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്നിലൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമയോട് കൂടി എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ അങ്ങ് ഓടിച്ചു വിട്ടു. നമ്മളിത് പതിയായി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ പറയേണ്ടത് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ട് ഇത് നല്ല രസമായിരുന്നു കേട്ടോ. ആ പെങ്കൊച്ചുണ്ടല്ലോ അതിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കാണാം കേട്ടോ. വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് അതിൻ്റെ ആ പാട്ടിനനുസരിച്ച് അഭിനയിച്ചതൊക്കെ. അപ്പം ഈ പാട്ട് നല്ല രസമാണ് കേൾക്കാനായിട്ട്. എല്ലാം കൃഷ്ണൻ്റെ പാട്ടുകളാണ്. എല്ലാം നല്ല അടിപൊളി പാട്ടുകളാണ്. ഇവർ ഈ ഡാൻസ് കളിക്കുന്നപ്പം തന്നെ നമ്മൾ ആ പാട്ടും കൂടെ കേൾക്കുമ്പോഴേ നമുക്ക് നല്ല ഇച്ചിരി ഇത് കിട്ടത്തുള്ളേ. പക്ഷേങ്കിൽ ഞാൻ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഈ പാട്ടോട് കൂടിയൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വീഡിയോ ഇട്ട സമയത്ത് യൂട്യൂബ് എനിക്ക് കോപ്പിറൈറ്റ് തന്നെ. അങ്ങനെ ഒരു പണി വന്നുകൊണ്ട് ഞാൻ പിന്നെ ഈ പ്രാവശ്യം പാട്ടൊന്നും ശകലം പോലും ചേർക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. എനിക്ക് വീണ്ടും അതെല്ലാം കളഞ്ഞേച്ച് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ഒരു പിന്നെ പാടാണ്. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം ഉണ്ട് ഓരോ അമ്പലത്തിനെയും കണ്ടോ നല്ല ഇതായിട്ട് തലയിലൊക്കെ തലപ്പാവൊക്കെ വെച്ച് പെൺപിള്ളേരുണ്ട് സെറ്റായിട്ട് ഓരോപോലെ ഡ്രസ്സൊക്കെ ഇട്ട് എന്നാ ഭംഗിയിലാണ് ഡാൻസൊക്കെ കളിച്ചേക്കുന്നത്. പിന്നെ ഈ ഘോഷയാത്രയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ കാണാനായിരുന്നു കേട്ടോ. കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. ഭയങ്കര തിക്കോട് കൂടിയുള്ള തിക്കും തിരക്കിലും പെട്ട് നിന്നാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇതുണ്ട് വലിയ കൃഷ്ണനുണ്ട്, കുഞ്ഞി കൃഷ്ണനുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഒരു പ്രത്യേകത ഭംഗിയാണ് കേട്ടോ. പിള്ളേരൊക്കെ തകർത്ത് ഡാൻസ് കളിക്കുകയാണ് ശിവന്. എല്ലാം ഉണ്ട് എല്ലാവരും. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും ദൂരം നടന്ന് അവർ വീണ്ടും ഇത്രയും ആക്റ്റീവായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ. അതുപോലെ ഭാരതാംബയ്ക്കാണെങ്കിലും അത്രയും ദൂരം നിന്ന് അവരുടെ മുഖത്ത് നല്ല ചിരിയാണ്. ഒരു പ്രത്യേക ഒരു പ്രസരിപ്പോടു കൂടിയാണ് നമുക്ക് അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ തോന്നും. അങ്ങനെ പിന്നെ ഓരോ അമ്പലക്കാരുടെ ഓരോരോ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നേരത്തെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്രയും ഇല്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി തന്നെ ഹൈറ്റിലൊക്കെ വന്ന് പിന്നെ ഈ ലൈൻ കമ്പി മുട്ടുകയും അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ ഇത് നിർത്തലാക്കിയേക്കുമായിരുന്നു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ആയിരുന്നു പോകുന്നത്. ഇപ്പോൾ പിന്നെ ചെറുതായിട്ട് വീണ്ടും എല്ലാവരും സ്റ്റാർട്ട് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേണ്ട നമ്മുടെ അങ്ങോട്ട് ഊഞ്ഞാലാടിപ്പോയ കൊച്ചാണ്. അതിപ്പോഴും തിരിച്ച് അതേ ചിരിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെയും കൂടെ ഗരുഡനാണിത്. അതും കൂടെ കണ്ടെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അച്ചു ആ കൂടെ ഉണ്ടായിരുന്നു. അവളെ ഞാൻ വിളിച്ചിങ്ങി മാറ്റി. ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇനി ഒത്തിരി നേരം നിൽക്കായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കാലിൽ ആ ഒരു പൊട്ടൽ പറ്റിയില്ലായിരുന്നു. അന്ന് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കാലിൻ്റെ മുട്ടിന് ചെറിയൊരു വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നമുക്കങ്ങ് പോയി ഒത്തിരി 3 മണിയായപ്പോൾ തൊട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും ഒക്കെ അല്ലേ. അതുകൊണ്ട് പിന്നെ രാവിലെ വീട്ടിലെ ജോലി എല്ലാം കൂടെ ആയിക്കൊണ്ട് നല്ല ഇതായിരുന്നു. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി അതുങ്ങളെയൊക്കെ തോളെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ ഇതുണ്ട് നല്ല രസമുണ്ട്. ഈ ഡാൻസും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരു പാട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് അവരത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഈ പിള്ളേരുടെ എല്ലാ ബഹളവും അടിച്ചുപൊളിയും എല്ലാം കഴിഞ്ഞേച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു കൃഷ്ണനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് ആ കൃഷ്ണനെ കാണിച്ചു തരാം. എനിക്ക് ഇത്രയും കൃഷ്ണന്മാരെ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞിക്ക കൃഷ്ണനാണ്. പക്ഷെ അതിനെ ഒരുക്കിയേക്കുന്ന കാണണം. ഇപ്പം ലാസ്റ്റ് ഇതും കൂടാണ് ഇപ്പോൾ ഈ വന്നേക്കുന്നത്. അതും കൂടെ കണ്ട് കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ പതിയെ വീട്ടിലോട്ടും കൂടെ പോരാനോട് തുടങ്ങണം. കാര്യം ഇവിടെ തിരക്കിനകത്ത് പെട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. നമുക്ക് വരവ് നടക്കത്തില്ല. അപ്പോൾ ഇതും കൂടെ കണ്ട് കഴിഞ്ഞേച്ച് ഞങ്ങളിങ്ങോട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത്. അതിനകത്ത് പേഷ്യൻ്റ് ഒന്നും അല്ല കേട്ടോ. എന്നതിലൊക്കെ പിള്ളേർക്കോ ആർക്കെങ്കിലും എന്നതിലൊക്കെ പെട്ടെന്നൊരിത് വന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയാണ് അവരുടെ ഈ ആംബുലൻസ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാത്ത മനുഷ്യരില്ല കേട്ടോ. അവിടെ വരുന്നൊരു മൊത്തം വീഡിയോയും ഫോട്ടോയും തന്നെ എടുക്കണം. അത് ഉറങ്ങാതെ ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ട്. നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പം നമ്മുടെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണജയന്തിയുടെ ആണോ? അങ്ങോട്ട് പോയോ? ഉന്മേഷം ഒന്നും ഇപ്പം ഇല്ലല്ലോ തിരിച്ചത് ആണോ? പോയത് പഠിക്കടി ഡ്രസ്സൊക്കെ മാറിയിട്ട് വെച്ച് പോയിരുന്നു പഠിക്കും. അപ്പം ഞങ്ങളുടെ ശ്രീകൃഷ്ണ നന്ദനോ എന്തി ഭാര്യയും ഭർത്താവും കിട്ടുന്നില്ല. ശരിക്കും അങ്ങോട്ട് വരുന്നില്ല. നീ വരുന്നതിന് എന്നാ ബഹളമായിരുന്നറിയാം ഇടക്കിടന്ന്. ഭയങ്കര ബഹളമായിരുന്നു. നിന്നെ കണ്ട് ഞാൻ കിഷണ അങ്ങുന്നേ പറയുന്നു. ഞാൻ കിഷണായി എന്ത് എനിക്കങ്ങ് ദേഷ്യം കൂടെ വന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് നിന്നെ എപ്പോൾ ഇവിടുന്ന് റെഡിയാക്കി ചെയ്യാൻ പോയതാ. അപ്പം ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.